എല്ലാവർക്കും തോക്കെന്ന് പറഞ്ഞാൽ പേടിയാണ് അല്ലേ? നമ്മൾ സിനിമയിലൊക്കെ കാണാം, നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനും. അപ്പൊ തോക്കെന്ന് പറയുമ്പോൾ ഇട്ട് കഴിഞ്ഞിട്ട് വെടിവെക്കാനായിട്ട് ഉത്തരവുണ്ട്. ഇത് കോക്ക് ചെയ്തിട്ട് ഇതിന്റെ അകത്ത് എന്തിനാണ് നമ്മളെ പോലുള്ള സിവിലിയൻസിന് തോക്ക് ഗവൺമെന്റ് തരുന്നത്? തോക്കുണ്ടാരും പേടിക്കണ്ട. അതിന് എല്ലാ മാന്യപ്രേക്ഷകർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു തോക്കല്ല കേട്ടോ, 2 തോക്കായിട്ടാണ് ഇരിക്കുന്നത്. 2 തോക്കുകൾ കണ്ടില്ലേ? അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ തോക്ക് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പൊ തോക്ക് ഇഷ്ടമുള്ളവര്, തോക്കിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവര്, തോക്കിലൂടെ ഒരു ഫ്യൂച്ചർ കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അല്ലാത്തവര് സ്കിപ്പ് ചെയ്ത് പോയിട്ട് വേറെ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്, അത് കണ്ടോ. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഇതേ വലിയൊരു സന്തോഷമാണ് കേട്ടോ. കണ്ടില്ലേ, 2 സിൽവർ മെഡലുകൾ കേട്ടോ. സിൽവർ മെഡൽ എന്ന് പറഞ്ഞാല് ഇതാ കണ്ടില്ലേ, സ്റ്റേറ്റിന്റെ മുദ്രയൊക്കെ കണ്ടില്ലേ, കേരള സ്റ്റേറ്റിന്റെ ഇതൊക്കെ ഉണ്ട്. സ്റ്റേറ്റ് മെഡലുകളാണ്, ഇൻഡിവിജ്വൽ സ്റ്റേറ്റ് മെഡലുകൾ. 25 മീറ്റർ സ്റ്റാൻഡേർഡ് പിസ്റ്റൾ ഇവന്റിന് കിട്ടിയ ഇൻഡിവിജ്വൽ സിൽവർ മെഡലാണ് ഈ കാണുന്നത്. ഒപ്പം തന്നെ 25 മീറ്ററിൽ നടക്കുന്ന മറ്റൊരു മത്സരമാണ് 3-2 എന്നൊക്കെ പറഞ്ഞ വിശേഷങ്ങൾ വഴിയെ പറയാം. അപ്പോൾ അതിന് കിട്ടിയ ഇൻഡിവിജ്വൽ സിൽവർ മെഡൽ 2 സിൽവറുമായിട്ടാണ്. അടുത്ത വർഷമൊക്കെ ഗോൾഡൊക്കെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം, അതിനുവേണ്ടി പരിശ്രമിക്കാം. എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വലിയൊരു സന്തോഷമാണ് ഇപ്പോൾ പങ്കുവച്ചത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കാസർഗോഡ് നടന്ന ഓൾ കേരള ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുകയും 5 ഇവന്റുകളിൽ പങ്കെടുത്ത് അതിൽ നിന്ന് 2 നമുക്ക് സമ്മാനം കിട്ടുകയുണ്ടായിരുന്നു. ബാക്കി സമ്മാനങ്ങളൊക്കെ നമ്മൾ അറിയുന്ന നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ തന്നെ കിട്ടിയത്. അവരുടെയൊക്കെ ഫോട്ടോസൊക്കെ ഞാൻ ഇവിടെ കാണിച്ചു പോകുന്നുണ്ട്, വിശേഷങ്ങളും പറയുന്നുണ്ട്. തോക്കിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും തോക്ക് എന്ന് പറഞ്ഞാൽ പേടിയാണ് അല്ലേ? നമ്മൾ സിനിമയിലൊക്കെ കാണാം, നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനും ടൊവിനോയും സുരേഷ് ഗോപി അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാവരും യൂസ് ചെയ്യണ തോക്ക് യൂസ് ചെയ്യാത്ത നടന്മാരില്ല സിനിമയിലിട്ടാ. യഥാർത്ഥ ജീവിതത്തിലല്ല. യഥാർത്ഥ ജീവിതത്തിൽ കുറെ പേരുടെ കയ്യിലൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം, അവിടെ നിൽക്കട്ടെ. അപ്പൊ തോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ തോക്കിനെ കാണുന്നത് ഒരു സ്പോർട്സ് ഇവന്റ് ആയിട്ടാണ് നമ്മൾ തോക്കിനെ കാണുന്നത്. അപ്പൊ ആദ്യം തന്നെ തോക്കിനെ കുറിച്ച് പറയുമ്പോൾ തോക്കിന്റെ ഒരു ചരിത്രം കൂടി പറയണ്ടേ. തോക്കിന്റെ ചരിത്രമല്ല, എന്തിനാണ് നമ്മളെ പോലുള്ള സിവിലിയൻസിന് തോക്ക് ഗവൺമെന്റ് തരുന്നത് എന്നുള്ളത്. അതിനെ കുറിച്ച് പറയുമ്പോഴും കുറച്ചധികം വർഷം പിന്നിലേക്ക് പോകണം. ശരിക്കും തോക്ക് ഇപ്പൊ നമ്മൾ കാണുന്ന തോക്ക്, നമുക്ക് ഒളിമ്പിക്സിന് ആദ്യമായിട്ട് വ്യക്തിഗത ഗോൾഡ് മെഡൽ കിട്ടുന്നത് അഭിനവ് ബിന്ദ്ര അറിയാലോ, ബീജിംഗ് ഒളിമ്പിക്സിൽ നമുക്ക് കിട്ടുന്നതാണ് റൈഫിൾ ഷൂട്ടിങ്ങിൽ 10 മീറ്റർ. പിന്നെ നമ്മുടെ നല്ല അടിപൊളി ഷൂട്ടേഴ്സ് ഉണ്ട്, ഒരുപാട് പേര് പറയുമ്പോൾ ഒരുപാട് പേരെ കുറിച്ച് പറയാനുണ്ടാവും. പക്ഷെ ഇതിന്റെ ഷൂട്ടിങ്ങിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യ ഷൂട്ടിങ്ങിൽ ലോക റാങ്കിങ്ങിൽ വളരെ മുമ്പിലാണ്. അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അറിയുന്ന ഷൂട്ടിംഗ് സ്പോർട്സിന് വേണ്ടി മാത്രമല്ല ഈ വെപ്പൺ നമുക്ക് തന്നിരിക്കുന്നത്. ഇപ്പൊ ഷൂട്ടിംഗ് സ്പോർട്സിന് മാത്രം ഉപയോഗിക്കുന്നു എന്നുള്ളൂ. ഈ 2 വെപ്പണുകളിൽ ഒന്ന് 10 മീറ്റർ എയർ പിസ്റ്റളാണ് ഈ കാണുന്നത്. 10 മീറ്ററിൽ വളരെ ലോകത്തിലെ ഏറ്റവും ആക്യുറസി ഉള്ള വെപ്പണുകളിൽ ഒന്ന്. 10 മീറ്ററിൽ പിൻ പോയിന്റ്. നമ്മൾ സാധാരണ കുപ്പിമഴും ബലൂണുമൊക്കെ വെടിവെക്കൂല്ലേ, കുപ്പിയുടെ മൂടികയുടെ സെന്ററിൽ വെടിവെക്കണമെന്ന് ആലോചിക്കുക. 60 റൗണ്ടും ആ പിന്നിൽ തന്നെ, ആ മൂടിയുടെ അകത്ത് തന്നെ 10 മീറ്റർ ഡിസ്റ്റൻസിൽ വെച്ചിട്ട് വെടിവെക്കണ കാര്യം ആലോചിച്ച് നോക്കിയേ. അതാണ് ആക്യുറസി. ഇത് ലോകത്തിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആക്യുറസിയുടെ കാര്യത്തിൽ കേട്ടോ, പവർഫുൾ ആയിട്ടുള്ള 25 മീറ്ററിൽ പിൻ പോയിന്റിൽ വെടിവെക്കാൻ പറ്റുന്ന മറ്റൊരു തോക്കാണ് കേട്ടോ. അപ്പൊ തോക്കിന്റെ കമ്പനിയും കാലിബ്രേഷനൊക്കെ വഴിയേ പറയാം. എന്തിനാണ് തോക്ക് നമ്മൾക്ക് തന്നിരിക്കുന്നതെന്ന് അറിയാവുന്നവരൊന്ന് ഗസ് ചെയ്ത് നോക്കിയാൽ കിട്ടിയ. ശരിക്കും പറഞ്ഞാൽ സ്പോർട്സിന് വേണ്ടിയിട്ടല്ല, നമുക്ക് ധാരാളം ഫോഴ്സുകളുണ്ട്. ആർമിയും പോലീസും അങ്ങനെ ഒരുപാട് ഫോഴ്സുകളുണ്ട് നമുക്ക്. നമ്മുടെ രാജ്യത്തിൽ ഒരു യുദ്ധം നമ്മൾ രാജ്യം നേരിടേണ്ട വന്നു കഴിഞ്ഞാൽ ഏതൊരു മൊമെന്റ്, യുദ്ധത്തിന്റെ തീവ്രത നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഏതൊരു മൊമെന്റിലാണ് നമ്മുടെ ഫോഴ്സുകൾ ക്ഷയിച്ചു പോകുന്നത് വെച്ചാൽ ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊന്നും നേരിടേണ്ട വരാത്തതിന്റെ കാരണം വെച്ചാൽ നമ്മുടെ ഫോഴ്സ്, ആർമിനെ അത്രയും എല്ലാ ഡിപ്പാർട്ട്മെന്റും അത്രയും സ്ട്രോങ് ആയതിന്റെ പേരിലാണിത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും നമ്മുടെ ഫോഴ്സ് ക്ഷയിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ആർമിക്ക് ഭയങ്കരമായിട്ട് ജവാന്മാര് കൊല്ലപ്പെടുക, അതർ ഫോഴ്സുകളൊക്കെ ഇറങ്ങുന്നു, അറിയാലോ, പോലീസും മറ്റൊക്കെ ഇറങ്ങുന്നു, വീണ്ടും രക്ഷയില്ലാണ്ട് നമ്മൾ തകർന്നടിയുന്ന ഒരു സാഹചര്യം എത്തിക്കഴിഞ്ഞാൽ സിവിലിയൻസ് തോക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. ഇല്ലേ? അങ്ങനൊന്നും വരാതിരിക്കട്ടെ കേട്ടോ, ദൈവമേ, അങ്ങനൊന്നും വരാതിരിക്കട്ടെ. സിവിലിയൻസ് തോക്കേണ്ട ഒരു അവസ്ഥ
വന്നു കഴിഞ്ഞാൽ ജനങ്ങളെ ഈ വെപ്പണുകളൊക്കെ യൂസ് ചെയ്യാൻ പഠിപ്പിക്കുക എന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് വന്നത്. സിവിലിയൻസിന് ഗവൺമെന്റ് തോക്കും കാര്യങ്ങളൊക്കെ തന്നു തുടങ്ങിയത്. അതിപ്പോ നമുക്ക് എന്നും യുദ്ധമൊന്നുമില്ലല്ലോ. അപ്പൊ മറ്റേ സിനിമയിൽ പറഞ്ഞ പുരുഷന് ഇപ്പൊ യുദ്ധമൊന്നുമില്ല എന്ന് ചോദിക്കണ പോലെയാണത്. യുദ്ധം വല്ലപ്പോഴല്ല ഇല്ലാതിരിക്കട്ടെ, പക്ഷെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ്. ഒരു ദിവസം കൊണ്ട് ഈ ആർജിച്ചെടുക്കാവുന്ന ഒരു സ്കില്ലല്ല ഷാർപ്പ് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിന് സ്പോർട്സിന്റെ മറ്റൊരു മുഖം വന്ന് അതിന്റെ പേരിലും എല്ലാ ജില്ലകളിലും റൈഫിൾ അസോസിയേഷനുകൾ ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് തോക്കൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ തോക്കൊന്നും നേരെ പോയി കടയിൽ പോയിട്ട് മേടിക്കാൻ കിട്ടും. ഈ എയർ റൈഫിളുകൾ കിട്ടും കേട്ടോ. അതായത് .177 കാറ്റഗറി. ഈ കാണുന്ന ഇതിന്റെ അകത്തുള്ള പെല്ലറ്റുകൾ, ഇപ്പൊ നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന പെല്ലറ്റ് ഉണ്ടല്ലോ, അത്രയും ചെറിയ .177 പെല്ലറ്റ് ഒക്കെ ഇട്ടിട്ട് വെടിവെക്കാവുന്ന തോക്കുകളൊക്കെ കിട്ടും. ബാക്കിയൊക്കെ ഉള്ളത് .22 ഒക്കെ ഉള്ളത്. ഇതിന് പ്രഹരശേഷി കൂടുതലാണ്. മുമ്പ് .22 പല്ലറ്റുകളൊക്കെ നമ്മുടെ പെട്ടിക്കടകളിൽ പോലും കിട്ടിയിരുന്നു. വലിയ ക്വാളിറ്റി എടുത്ത് ഒരു വെടി ഒരു ബോക്സുമൊക്കെ കൊണ്ടാൽ തന്നെ അതൊക്കെ ഞളങ്ങി പോണ രീതിയിൽ. പിന്നെ പണ്ടൊക്കെ ആൾക്കാർ ഈ കൊക്കിനെ അതിനൊക്കെ വെടിവെക്കാനൊക്കെ ആയിട്ട് പണ്ടത്തെ ഇപ്പൊക്കെ നിയമവിരുദ്ധമാണ്. ഒരു ജീവികളെയും വെടിവെക്കാൻ പാടില്ല എന്നുള്ളതാണ് കേട്ടോ. ഒരു മനുഷ്യനെയും ഒരു ജീവിനെയും ഇപ്പൊ പറയുമ്പോൾ തോക്ക് മേടിച്ച് പാടത്തുനിന്ന് കൊക്കിനെ എന്തിനെ വെടിവെച്ചാലും എന്താണ്, ഇനിയിപ്പോ ഒരു പാമ്പിനെ വെടിവെച്ചാലും എന്തിനെ വെടിവെച്ചാലും അത് കേസാണ്. നമ്മുടെ ഫോറസ്റ്റിന്റെ നിയമങ്ങൾ അത് അനുവദിക്കുന്നില്ല ഒന്നിനെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടിയിട്ട്. വെടിവെച്ച് മാത്രമല്ല അല്ലാതെ ജീവികളെ ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, ആ വശങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നില്ല. അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. നമ്മൾ ഫേസ് ചെയ്യുന്ന വലിയൊരു പോയിന്റ് ആണ് തെരുവ് നായ ശല്യമൊക്കെ. പക്ഷെ വെടിവെക്കാനായിട്ട് ഉത്തരവുണ്ട്. എന്തിനാണെന്നറിയോ? പന്നികളെ വെടിവെക്കാനായിട്ട്, കാട്ടുപന്നികളെ, കൃഷി നശിപ്പിക്കുന്ന പന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരമുണ്ട്. അതിന് ചില ഇതുകളൊക്കെ ഉണ്ട്. അപ്പൊ അത് പ്രകാരം ഇപ്പൊ അങ്ങനത്തെ വെടിവെപ്പുകളൊക്കെ നടക്കുന്നുണ്ട്. കാട്ടുപന്നികളൊക്കെ വന്ന് കൃഷികളൊക്കെ നശിപ്പിക്കുന്നിടത്ത് വെടിവെച്ച് കൊല്ലാന്നുള്ളത്, വെടിവെച്ച് കൊല്ലാം. പക്ഷെ അതിനകത്ത് സങ്കടകരമായിട്ട് ഒരു കാര്യം പറയട്ടെ. സത്യം പറഞ്ഞാല് തോക്കെടുത്ത് വെടിവെച്ച് കൊല്ലുമ്പോ ഉള്ളൊരു സങ്കടം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്തായിരിക്കും? തോക്കെടുത്ത് വെടിവെച്ച് പന്നികളൊക്കെ വെടിവെച്ച് കൊന്നു കഴിഞ്ഞാല് ഗവൺമെന്റിന്റെ ഇതനുസരിച്ച് അതിനെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് കളയണം എന്നാണ് പറയുന്നത്. അതിനെ കത്തിച്ച് കളയണം എന്നുള്ളതാണ്. മണ്ണെണ്ണ ഒഴിച്ചോ അല്ലാതെയോ കത്തിച്ച് കളയണം എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ കത്തിച്ച് കളയാന്നൊന്ന് ആലോചിക്കുക. ഒരു പന്നി എന്ന് പറഞ്ഞാൽ ഒത്തിരി വലിപ്പമുള്ള, ഞാൻ പന്നി ഇറച്ചി കഴിക്കാറില്ല, പക്ഷെ എത്രയോ ആൾക്കാർ അത് ഭക്ഷിക്കണതുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ പേര് ഭക്ഷണം ഇല്ലാണ്ടും മറ്റേ കളയനോടത്താണ് ഈ കൊല്ലണ പന്നീനെ മണ്ണ് കത്തിച്ച് അല്ലെങ്കിൽ മണ്ണെണ്ണ കുഴിച്ച് മൂടുന്ന ഒരവസ്ഥ. അത് ശരിക്കും ശരിയല്ല. കൊന്ന പാപം തിന്നാ തീരുന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അത്തരത്തിലൊക്കെ ഈ കാട്ടുപന്നികളൊക്കെ വെടിവെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കഴിക്കാൻ കൊടുക്കട്ടെ. ഇതിന് ഞാൻ ഇനിയിപ്പോ നാളെ ഒരു വിവാദമായിട്ട് വരരുത്. നമ്മുടെ ഒരു അറിവ് മാത്രം ഇവിടെ ഷെയർ ചെയ്തെന്നുള്ളൂ. ഞാൻ പന്നി ഇറച്ചി കഴിക്കാത്ത ആളാണ്. കാട്ടുപന്നികളെ വെടിവെക്കാനും ഞാൻ പോകാറില്ല. ഞാൻ ഇഷ്ടപ്പെടുന്നത് ഷൂട്ടിംഗ് സ്പോർട്സിനെയാണ്. തോക്കായിട്ട് ബന്ധപ്പെട്ടിട്ട് ജനങ്ങൾ അറിയുന്ന ഒരു കാര്യം വന്നപ്പോഴാണ് നമ്മളിത് പറഞ്ഞത്. പിന്നെ നമ്മൾ കേൾക്കുന്നത് മയക്കുവെടി വെക്കാന്നുള്ളതാണ്. മയക്കുവെടിക്കൊന്നും ഇങ്ങനത്തെ തോക്കൊന്നുമല്ല. അതിന് പ്രത്യേകം സെപ്പറേറ്റ് ഗണ്ണുകളാണ്, സിറിഞ്ചാണ്. സിറിഞ്ചിലൊക്കെ മരുന്ന് ലോഡൊക്കെ ചെയ്തിട്ടൊക്കെ ഉള്ള ഇത്. അത് വേറെ ഡിപ്പാർട്ട്മെന്റ് ആൾക്കാരാണ്. അതിലൊരിക്കലും മത്സരത്തിന് വെടിവെക്കാൻ വരുന്നവരല്ല കേട്ടോ. തോക്കുകൾ പലതരത്തിലുള്ള തോക്കുകളുണ്ട്. അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഈ സിവിലിയൻസിന്റെ കയ്യിലേക്ക് എങ്ങനെയാണ് തോക്ക് വരാന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ, ഫോഴ്സുകളുടെ ഒക്കെ അഭാവത്തിൽ അല്ലെങ്കിൽ ഫോഴ്സുകളൊക്കെ കുറഞ്ഞു പോകുന്ന സാഹചര്യത്തിൽ സിവിലിയൻസ് തോക്ക് എന്തുണ്ട് വന്നു കഴിഞ്ഞാൽ അതിനുവേണ്ടി സന്നദ്ധരാക്കുക എന്നുള്ളതാണ് ഈ റൈഫിൾ അസോസിയേഷനുകളുടെ ഇത്. എല്ലാ ജില്ലകളിലും റൈഫിൾ അസോസിയേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഷൂട്ടിംഗ് ഒക്കെ പഠിക്കാൻ അല്ലെങ്കിൽ തോക്കും ഇത് വെച്ചിട്ടുള്ള മത്സരങ്ങൾക്കൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ജില്ലക്കാരനാണോ എല്ലാ ജില്ലകളിലും റൈഫിൾ അസോസിയേഷനുകൾ ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് നമ്പർ ഒക്കെ കിട്ടണമെങ്കിൽ നിങ്ങളുടെ സ്ഥലത്തിന്റെ ഇപ്പൊ ആലപ്പുഴയാണെങ്കിൽ ആലപ്പുഴ ഡിസ്ട്രിക്ട് റൈഫിൾ അസോസിയേഷൻ, എറണാകുളം ആണെങ്കിൽ എറണാകുളം ഡിസ്ട്രിക്ട് റൈഫിൾ അസോസിയേഷൻ, തൃശ്ശൂരാണെങ്കിൽ അങ്ങനെ, തിരുവനന്തപുരമാണെങ്കിലും കാസർഗോഡാണെങ്കിലും ഒക്കെ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. അവിടെ അസോസിയേഷനിൽ മെമ്പർഷിപ്പ് എടുക്കുക. ഓടിച്ചെന്ന മെമ്പർഷിപ്പ് ഒന്നും തരില്ല. നമുക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും ബാക്കി കാര്യങ്ങളൊക്കെ വേണം. നമ്മൾ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരാളാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതിനൊക്കെ ശേഷം മെമ്പർഷിപ്പ് തരുന്നത്. അതിന്റെ ഫീസൊക്കെ അടച്ചതിന് ശേഷം മറ്റ് കേസുകളിലും മറ്റേതിലൊന്നും പ്രതികളൊന്നും ആവരുത്. ക്രിമിനൽ കേസുകളിലൊന്നും അങ്ങനെയുള്ളവർക്കൊന്നും മെമ്പർഷിപ്പ് ഒന്നും കിട്ടുന്നതല്ല. പിന്നെ മെമ്പർഷിപ്പ് കിട്ടിയാൽ തന്നെ അത് വെച്ചിട്ടിരുന്നിട്ട് കാര്യമില്ല. സാധാരണ റൈഫിൾ ക്ലബ്ബുകളിലൊക്കെ തോക്കുകൾ ഉണ്ടായിരിക്കും. നല്ല .22 റൈഫിളും മത്സരങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന പിസ്റ്റളുകളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പങ്കെടുക്കുന്നത് പിസ്റ്റൾ ഇവന്റുകൾ അതിന്റെ പേരിലാണ് കേട്ടോ. പിസ്റ്റളായിട്ട് ഞാൻ ഇരിക്കുന്നത്. ആദ്യത്തെ 2 കൊല്ലം റൈഫിളായിരുന്നു. അപ്പൊ ഇപ്പൊ എന്റെ ഇവന്റ് പിസ്റ്റൾ അതിന്റെ പേരിലാണ് പിസ്റ്റളായിട്ട് ഇരിക്കുന്നത്. ഇപ്പൊ ക്ലബ്ബുകളിൽ ചെന്ന് കഴിഞ്ഞാൽ റൈഫിളും പിസ്റ്റളൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കുന്നതിലൂടെ അത് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം കിട്ടും. അതിലൂടെ ആദ്യം തന്നെ ഡിസ്ട്രിക്ട് ചാമ്പ്യൻഷിപ്പുകൾ നടക്കും. അപ്പൊ ഈ സന്തോഷം പറയട്ടെ, കഴിഞ്ഞ് നടന്ന ഡിസ്ട്രിക്ട് ചാമ്പ്യൻഷിപ്പിൽ ഞാൻ തൃശ്ശൂർ
റൈഫിൾ ക്ലബിലും ലൈഫ് മെമ്പറാണ്, എറണാകുളത്തും ലൈഫ് മെമ്പറാണ്. ഇപ്പൊ എറണാകുളം ക്ലബിന് വേണ്ടിയിട്ടാണ് മാച്ചുകൾ കളിക്കുന്നത്. അപ്പൊ അത് പ്രകാരം എറണാകുളത്ത് നടത്താൻ മത്സരങ്ങളിൽ അതിലും മെഡൽ വന്നിട്ടുണ്ട്. ഇപ്പൊ സ്റ്റേറ്റ് മെഡലും വന്നിട്ടുണ്ട്. ഇനി സൗത്ത് സോൺ കോമ്പറ്റീഷൻ ഉണ്ട്, അത് അടുത്ത മാസത്തിലാണ്. അത് പങ്കെടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ക്വാളിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നാഷണലില് ഡൽഹിയിൽ വെച്ച് നടക്കുന്ന നാഷണൽ ഷൂട്ടിംഗ് കോമ്പറ്റീഷനിൽ നമ്മൾ പങ്കെടുക്കും. അപ്പോൾ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എനിക്ക് ഇത്ര വയസ്സായി, ഞാനിതൊരു എന്താ പറയുക ഒരു മെഡിറ്റേഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഒരുപാട് നമ്മുടെ സ്വഭാവത്തിലും മറ്റൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പൊ തോക്കെടുക്കുമ്പോൾ നമ്മൾ സിനിമയിൽ കണ്ടേക്കണ ഭീകരവാദി അല്ലെങ്കിൽ മറ്റേ സ്പോട്ടിൽ ഷൂട്ട് ചെയ്ത് കൊല്ലാൻ നിൽക്കുന്ന നായകൻ അല്ലെങ്കിൽ ഒരു കമാൻഡോ ഓപ്പറേഷൻ എന്നൊക്കെ പറയുമ്പോൾ വെടിവെപ്പ് മാത്രമല്ല, ഈ തോക്ക് എന്തുന്നതിലൂടെ ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരുപാട് ഗുണഗണങ്ങളുണ്ട് കേട്ടോ. ഗുണഗണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാൻഡ് കോർഡിനേഷൻ, മറ്റേ റൈഫിളിലൊക്കെ നമ്മൾ നോക്കുന്ന പോലെ ഇങ്ങനെ നോക്കി ഉന്നം നോക്കിയിട്ടാണ്. ഇത് നമ്മളൊരു എന്താ പറയുക, നമ്മുടെ കണ്ണ് ഒരു ആരുടെ നേരം ചൂടാൻ പാടില്ല. എൻ്റെ ക്യാമറമാൻ അപ്പുറത്തിരിക്കുന്നുണ്ട്, ബുള്ളറ്റ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഹാൻഡ് കോർഡിനേഷൻ, ഇങ്ങനെ കൈവെക്കാൻ പാടില്ല. അതിന് പൊസിഷനൊക്കെ ഉണ്ട്. അതിൻ്റെ ഞാൻ ഷൂട്ട് മാച്ച് ഒക്കെ ചെയ്യണതിൻ്റെ ഒക്കെ ചില ഭാഗങ്ങളൊക്കെ ഇവിടെ കാണിച്ചു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക രീതിയിലൊക്കെ നിന്നിട്ട് ഷൂട്ട് ചെയ്യുന്നത് വളരെയധികം കോൺസെൻട്രേഷൻ വേണ്ടതാണ്. ക്രിക്കറ്റും ഫുട്ബോളും ഹോക്കിയൊക്കെ കളിക്കുമ്പോൾ അല്ലെങ്കിൽ ബാഡ്മിന്റൺ, ബാസ്കറ്റ് ബോൾ, വോളിബോൾ ഒക്കെ കളിക്കുമ്പോൾ നമുക്ക് എതിരാളികളുണ്ട്. അവർ നമ്മുടെ കയ്യിൽ നിന്ന് ബോൾ തട്ടിപ്പറിക്കുക അല്ലെങ്കിൽ നമ്മുടെ നേരെ ബോൾ എറിയുക, ബാറ്റ് ചെയ്യുക, ഭയങ്കര മത്സരങ്ങളാണെങ്കിൽ ഇവിടത്തെ ഷൂട്ടിങ്ങിലെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ നമ്മളോട് തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. നമ്മളല്ല കേട്ടാ, നമ്മൾ നമ്മളോട് തന്നെയാണ് മത്സരിക്കുന്നത്. അത് മാറിപ്പോയി, നമ്മൾ നമ്മളോട് തന്നെ ഷൂട്ട് ചെയ്യണമെന്നല്ല, നമ്മൾ നമ്മളോട് തന്നെയാണ് നമ്മൾ മത്സരിക്കുന്നത്. ഇപ്പൊ ഈ കാണുന്ന ടാർഗറ്റ് കണ്ടില്ലേ, ഇതിന്റെ നടുക്കുള്ള ഈ കണ്ടില്ലേ, ഏറ്റവും നടുക്ക് വരുന്നത് 10 ആണ്, പിന്നെ വരുന്നത് 9, 8, അങ്ങനെ റിങ്ങുകൾ കണ്ടില്ലേ. ഓരോ റിങ്ങിനും ഓരോ പോയിന്റുകളുണ്ട്. അത് പ്രകാരമാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇപ്പൊ നടുക്ക് പിൻ പോയിന്റിൽ വെടികൊള്ളാന്ന് പറഞ്ഞാൽ അത് 10 പോയിന്റ് ആണത്. അപ്പൊ അങ്ങനെയാണ്, അതിൽ നിന്ന് മാറുന്തോറും പോയിന്റുകൾ കുറഞ്ഞു വരും. ഇപ്പോൾ ഡിസ്ട്രിക്ട് ലെവലിലും സ്റ്റേറ്റ് ലെവലിലൊക്കെ വരുമ്പോൾ ഓൾമോസ്റ്റ് 8, 9, 10 അകത്തായിരിക്കും വെടികൾ വരുന്നത്. വെടി കൊള്ളുന്ന ഒരു കൗണ്ട് കിട്ടുന്നു. കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 7, 8, 9, 10. പക്ഷെ നാഷണൽ ലെവലിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ബാറ്റ് ഷോട്ട് എന്ന് പറയുന്നത് 8, 9, 10 അതിനകത്ത് 9, 10, 9, 10 ഇന്റർനാഷണൽ ലെവലാണെങ്കിൽ 10, 10, 10, 10. അതായത് പിന്നെ അത്രയും ആക്യുറസി ഉള്ള ഷൂട്ടേഴ്സ് ആണ്. നമുക്ക് ഇന്ത്യക്കൊക്കെ നല്ല അടിപൊളി ഷൂട്ടിംഗ് താരങ്ങളാണ് നമുക്കുള്ളത്. നിങ്ങളത് നിരീക്ഷിച്ചാണ് കാണാൻ പറ്റും. ഒളിമ്പിക്സ് ആയിക്കോട്ടെ, മറ്റേത് പ്രോഗ്രാംസ് ആയിക്കോട്ടെ, ഇന്റർനാഷണലി നടക്കുന്നതിലൊക്കെ നമ്മുടെ ഇന്ത്യൻ ഷൂട്ടേഴ്സ് മെഡലും കൊണ്ടേ വരുള്ളൂ. നമുക്ക് ആ കാര്യത്തിൽ നമ്മൾ ഭയങ്കര അടിപൊളിയാണിത്. അപ്പൊ മനസ്സിലായല്ലോ, റേഞ്ചിന് വളരെയധികം നിയമങ്ങളൊക്കെ ഉണ്ട്. തോന്നിയ പോലെ ചെന്ന് തോക്കെടുത്ത് നടക്കാതൊന്നും നടക്കില്ല. വളരെ സേഫ് ആയിട്ടുള്ള, കാരണം ഇത് വളരെ മാരക പ്രഹരശേഷിയുള്ളതിനാൽ തന്നെ കൃത്യമായിട്ടുള്ള റേഞ്ച് റൂൾസും കമാൻഡ്സ് ഒക്കെ ഉണ്ട്. വെപ്പൺ ബോക്സ് ഓപ്പൺ ചെയ്യാൻ പറയുന്ന മൊമെന്റ് മാത്രമേ അത് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. ഓപ്പൺ ചെയ്ത് തന്നെ ഞാനിപ്പോ വെച്ചേക്കണ പോലെ ഒന്നും വെക്കാനൊന്നും പാടില്ല. ഇതിന്റെ ബോൾട്ടൊക്കെ ഓപ്പൺ ആക്കാന്ന് പറയും. ബോൾട്ട് ഓപ്പൺ മീൻസ് ഇതിന്റെ ഇത് കോക്ക് ചെയ്തിട്ട് ഇതിന്റെ അകത്ത് മാഗസിൻ ഒന്നും പാടില്ല. അതുപോലെ തന്നെ ബാരലിന്റെ അകത്ത് ഒന്നും ഇല്ലാന്ന് കാണിക്കാനായിട്ട് നമ്മളെ ഒരാൾക്ക് വന്ന് നോക്കാൻ പറ്റില്ല. അപ്പോൾ അവരെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു റോപ്പ് ഇട്ട് വെക്കും. റോപ്പ് മീൻസ് ഒരു വയർ, പ്ലാസ്റ്റിക് വയർ, അതിനെ സേഫ്റ്റി ഫ്ലാഗ് എന്ന് പറയും. അപ്പൊ ഈ സേഫ്റ്റി ഫ്ലാഗ് ഇട്ട് വെക്കണം. അപ്പൊ എപ്പോഴും ബാരലിന്റെ അകത്ത് ഒന്നുമില്ല എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തിരിക്കണം. ഇത് മാറ്റി വെക്കണം. മാഗസിൻ ലോഡ് ചെയ്യാൻ പാടില്ല. ഈ കാണുന്നതൊക്കെയാണ് ബുള്ളറ്റ്സ്. കണ്ടില്ലേ, ഈ ബുള്ളറ്റ്സ് ഇതുപോലെയാണ് ലോഡ് ചെയ്യുക. ലോഡ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ കോക്ക് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഫയറിങ്ങിന് റെഡിയായി. പിന്നെ നമ്മൾ ട്രിഗർ ചെയ്യുന്നതനുസരിച്ച് ബുള്ളറ്റ് പോകും, കേസ് തെറിച്ച് പോകും. സിനിമകളിലൊക്കെ കാണിക്കുന്നതിൽ ലോകം മണ്ടത്തരമാണ് എപ്പോഴും കാണിക്കുന്നത്. നമുക്ക് ചിരി വരും അത് കാണുമ്പോഴും. കാരണം സിനിമയിലൊക്കെ കാണുന്ന ബുള്ളറ്റുകൾ നിങ്ങൾ പോണ കണ്ടിട്ടില്ല, അത് എല്ലാനും കൈകൊണ്ട് എറിഞ്ഞാൽ മാത്രം അങ്ങനെ പോകുള്ളൂ. കാരണം ശരിക്കും ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കേസ് തെറിച്ച് പോകണ്ടില്ലേ, ഈ കേസ് തെറിച്ച് പോകുകയും ബുള്ളറ്റ് അതിന്റെ ഫ്രണ്ടിലുള്ള ലെഡ് മാത്രമാണ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ നമ്മുടെ സിനിമയിൽ ഫുൾ ബുള്ളറ്റാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഞാനൊരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ഇവ 2 രീതിയിലുള്ള ബുള്ളറ്റ്സ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. 2 രീതിയിലുള്ള ബുള്ളറ്റ്സ് ആണ്. കണ്ട, ഇതൊരു ഫുൾ ബുള്ളറ്റ് ആണ്. അത് ഫുൾ ബുള്ളറ്റ്. ഇതൊരെണ്ണത്തിന്റെ ഹാഫ് കണ്ട, പകുതി ഇല്ല. ഇത് കാണുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്കത്. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഈ ലെഡ് തെറിച്ച് പോയിട്ട് ഈ കേസ് പുറത്തേക്ക് താഴേക്ക് വീഴും. സിനിമയിൽ കാണുമ്പോൾ ഇങ്ങനെ ഒരു ഫുൾ ബുള്ളറ്റ് ആണ് ഓരോ.
കണ്ട ഇങ്ങനെ ഫുൾ ബുള്ളറ്റിന് ട്രാവൽ ചെയ്യും. ദാറ്റ് മീൻസ് കൈകൊണ്ട് ഇങ്ങനെ എറിഞ്ഞാൽ മാത്രമേ ഈ ബുള്ളറ്റ് പോകുള്ളൂ. ഇത്രയും വലിയ ആനമണ്ടത്തരമാണ് നമ്മൾ സിനിമയിൽ കാണുന്നത്. ഇനി ടെക്നിക്കൽ സൈഡാണ് പറയണത്. അപ്പൊ ഇതൊക്കെയാണ് ഞാനിതൊക്കെ പറയണത്. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളോട് എല്ലാവരോടും ഓടിപ്പോയി തോക്ക് മേടിക്ക് ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്യുമെന്ന് പറയാനല്ല ഇത് ഞാൻ പറഞ്ഞത്. എനിക്കിപ്പോ ഇത്രയും വയസ്സായി. എന്നേക്കാൾ ഉപരി ഗുണമുള്ളത് നമ്മുടെ മക്കൾക്കാണ്. നിങ്ങളുടെ കുട്ടികളൊക്കെ ഒരു 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നെങ്കിൽ അവർക്ക് ഇപ്പോഴേ ട്രെയിനിങ് കൊടുക്കണം. അസോസിയേഷൻ നിങ്ങളുടെ സ്ഥലത്തുള്ള റൈഫിൾ അസോസിയേഷനുകളായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ അതിനുവേണ്ട സപ്പോർട്ടുകളൊക്കെ ചെയ്തു തരും. പഠിച്ച് നിങ്ങളുടെ മക്കൾക്ക് ഷൂട്ടിങ്ങിൽ ടാലന്റ് ഉണ്ടെങ്കിൽ അതുവഴി അവരുടെ മുമ്പിൽ വലിയൊരു ലോകമാണ് തുറന്നു കിടക്കുന്നത്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, ബട്ട് നമ്മുടെ മക്കളെ ലക്ഷങ്ങൾ കൊടുത്ത് ഏതെങ്കിലും ഒരു കോളേജിലോ ഒരു അഡ്മിഷനൊക്കെ മേടിക്കണത് അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചറൊക്കെ നോക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടി 10,000-ങ്ങളും ലക്ഷങ്ങളും കോടികളൊക്കെ മുടക്കേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം ഹയർ സ്റ്റഡീസിനും മറ്റുമൊക്കെ ആയിട്ട്. ആ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള സ്പോർട്സുകളിലൂടെ അവർ മുന്നേറി വരികയാണെങ്കിൽ സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻസും മറ്റൊക്കെ കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇത് പറയുമ്പോൾ തന്നെ ചേർത്ത് പറയട്ടെ, ഒരു അഡ്മിഷൻ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ഷൂട്ടിംഗ് സ്പോർട്സിലേക്ക് വരരുത്. ഇത് ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു താല്പര്യമാണ് വേണ്ടത്. ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ഷൂട്ടിങ്ങിൽ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അച്ഛൻ നിർബന്ധിച്ചു അമ്മ നിർബന്ധിച്ചു അല്ല, വളരെയധികം കോൺസെൻട്രേഷനും മറ്റൊക്കെ വേണ്ടതാണ്. അതിനെ കുറിച്ചിട്ടൊക്കെ വിശദമായിട്ട് പറയാം. കാരണം എന്നെ ഈ മെഡൽ അടിക്കാനായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തത് എന്റെ പ്രിയ സുഹൃത്തും എന്റെ കോച്ചുമായിട്ടുള്ള നവീൻ PR ആണ് കേട്ടോ. ഒപ്പം തന്നെ ഡോക്ടർ ആന്റണി, വർഷങ്ങളായിട്ടുള്ള ഷൂട്ടിങ്ങിലൂടെ പരിചയപ്പെട്ട സുഹൃത്താണ്. ഇന്ന് എന്റെ സ്വന്തം ബ്രദറിനെ പോലെ എന്റെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഈ ആൾക്കാരാണ് നവീന്, അതുപോലെ ഡോക്ടർ ആന്റണി, അതുപോലെ ഒരുപാട് പേര് ഇതിനൊക്കെ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. പ്രൊഫസർ VC ജെയിംസ്, അതുപോലെ നമ്മൾ പല ക്ലബുകളിലൊക്കെ നമ്മൾ പ്രാക്ടീസിനൊക്കെ ചെല്ലുമ്പോൾ അവിടുത്തെ ക്ലബിന്റെ ആളുകളൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബിജി ചേട്ടൻ, അങ്ങനെ കുറെ ആൾക്കാര് നമ്മളെ സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട്. ഇന്ത്യൻ ടീമിന്റെ ഒക്കെ ഭാഗമായിരുന്ന ഷൂട്ടേഴ്സുകളൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരുപാട് നമ്മൾ ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും ഒരുപാട് പേരുടെ സപ്പോർട്ടിലാണ് നമ്മൾ മുന്നോട്ട് കയറി വരുന്നത്. ഇതിനോടകം 2009 മുതൽ പ്രൊഫഷണൽ ഷൂട്ടിംഗ് രംഗത്തേക്ക് വന്നിട്ട് 2022 വരെയും സ്ഥിരമായിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റും നാഷണലും ഒക്കെ കളിച്ചിട്ടുണ്ട്. ഒരുപാട് മെഡലുകൾ വാരിക്കൂട്ടിയിട്ടുണ്ട്. പക്ഷെ ഇനിയും അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് എടുത്തതിനു ശേഷം വീണ്ടും ഈ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും തോക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ എനിക്ക് അറിഞ്ഞൂടെ വീഡിയോ വരുമ്പോൾ, ഇതിക്ക് മുമ്പ് ഞാനൊരു തോക്ക് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിന്റെ ലിങ്ക് കോവിഡ് ടൈമിലാണ് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. എന്റെ വീട്ടിൽ ഷൂട്ടിംഗ് റേഞ്ച് ഒക്കെ ഉണ്ട്. മാളയിൽ എന്റെ വീട്ടിൽ 10 മീറ്റർ പ്രാക്ടീസ് ചെയ്യാനുള്ള റേഞ്ചും എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട്. ആ വീഡിയോയിൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഷൂട്ടിംഗ് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമെങ്കിൽ എന്റെ സുഹൃത്തായിട്ടുള്ള നവീൻ നല്ലൊരു കോച്ചാണ്. തോക്കിന്റെ ഒക്കെ ഒരു മെക്കാനിക്കാണ്. പ്രൊഫഷണൽ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. ഡിഫറെന്റ് ലെവല് കോച്ച് ട്രെയിനിങ്ങുകളൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. നല്ല ഷൂട്ടറാണ്, പിസ്റ്റൾ ഷൂട്ടറാണ്, ഒപ്പം തന്നെ റൈഫിൾ ഷൂട്ടറാണ്. നവീനൊക്കെ നിങ്ങളെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന നവീന്റെ നമ്പർ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ഉപയോഗപ്രദമാക്കുക. അതുപോലെ തന്നെ ഷൂട്ടിങ്ങായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ അറിയാൻ താല്പര്യമെങ്കിൽ എന്റെ സുഹൃത്തായിട്ടുള്ള നവീനെയും ഡോക്ടർ ആന്റണിയെയും അതുപോലെ ഇതിനകത്ത് വളരെ എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ ഞാൻ ഈ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുവന്ന് അവരുമായിട്ടുള്ള പോഡ്കാസ്റ്റുകളെല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പൊ തൽക്കാലം ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു. ഒരിക്കൽ കൂടി എന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ തോക്കെടുക്കാനുണ്ടാ. പ്രേക്ഷകർക്കൊക്കെ വേണ്ടി തോക്കെടുക്കുക. സിനിമയിലൊക്കെ മാത്രമായിട്ട് നിങ്ങൾ ഈ പറയണ പോലെ ഈ 2 കൈ കൊണ്ട് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് വെടിവെക്കുക, പിൻ പോയിന്റ് കൊള്ള, ഇറ്റ്സ് വെരി ഭയങ്കര റിസ്ക് ആയിട്ടുള്ള സംഭവമാണ്. അത്രയധികം സ്കില്ലുള്ളവർക്ക് മാത്രം അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒക്കെ നടക്കാതെ വെച്ചാൽ വളരെ ഡിഫിക്കൽട്ടാണ്. ഇങ്ങനെ ഓടിച്ചിട്ടിട്ട് പിൻ പോയിന്റിൽ വെടിവെക്കുക, അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ. അതിനൊക്കെ തോക്കെടുക്കുമ്പോഴാണ് നമ്മൾ മാച്ചിനൊക്കെ നിൽക്കുമ്പോണ്ടല്ലോ ഈ 10 മീറ്ററും 25 മീറ്ററിലേക്കൊക്കെ ഇങ്ങനെ തോക്ക് ചൂണ്ടി നിൽക്കുന്ന സമയത്ത് ഒരു വേറെയുണ്ട്. വേറെ എന്ന് പറഞ്ഞാല് മാച്ച് പ്രഷർ എന്ന് പറയും. കുറെ ഘട്ടത്തിലാണ് സത്യം പറഞ്ഞാല് മാച്ചിന് നിൽക്കുമ്പോ ഈ മെഡലുകൾ നമ്മളിങ്ങനെ മേടിച്ച് നമ്മളിങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുമ്പോ ഓരോ സെക്കൻഡിലും, ഇപ്പൊ ഞാൻ മാത്രമല്ല കേട്ടോ, ഓരോ മത്സരങ്ങളിലും ജയിച്ചു വരുന്ന ഷൂട്ടേഴ്സ് ഓരോ സെക്കൻഡിലും അനുഭവിക്കുന്ന ഒരു പ്രഷറുണ്ട്. ആ ഒരു പ്രഷർ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രഷർ, ആ ഓരോ സെക്കൻഡും കടന്നു പോകുന്ന ഓരോ മിനിറ്റുകളും കടന്നു പോകുന്നത് വല്ലാത്തൊരു പ്രഷറിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. ആ പ്രഷറുകൾ കുറവുള്ളവരുണ്ടാവും, വ്യത്യസ്ത രീതിയിൽ ആസ്വദിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷെ ഓരോ വെടിയൊച്ചകൾ മുഴുകുമ്പോഴും അതൊരു ഷൂട്ടറുടെ ഒരുപാട് വർഷത്തെ ആഗ്രഹങ്ങളും അധ്വാനവുമാണ് ഓരോ ശബ്ദത്തിലൂടെ ചെല്ലണത്. അത് ഹിറ്റാവുമ്പോൾ കറക്റ്റ് 9 10 ഒക്കെ കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് 8 9 10 ഒക്കെ കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത്
അതൊക്കെ ഒരു വേറെ ലെവൽ തന്നെയാണിത്. അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് വീണ്ടും പറയാം. തൽക്കാലം എൻ്റെ ഈ സന്തോഷം, ഈ മെഡൽ കിട്ടിയ സന്തോഷം ലോകമെമ്പാടുമുള്ള എൻ്റെ പ്രേക്ഷകരായിട്ട് ഞാൻ പങ്കുവെക്കുന്നു. തോക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോന് താഴെ കമന്റ് ചെയ്തോളൂ. ദയവായിട്ട് അനാവശ്യ മതപരമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള കമന്റുകളൊക്കെ ഒഴിവാക്കണം. തോക്കെന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു മുഖം കൊണ്ടുവരരുത്. ഒരു വലിയ ഒരു സ്പോർട്സാണ്. സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മെഡിറ്റേഷനാണിത്. ഓരോ റൗണ്ട് ഫയർ ചെയ്യുന്നതിലൂടെയും എനിക്ക് കിട്ടുന്ന ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഞാൻ വീണ്ടും പറയാം. തൽക്കാലം എൻ്റെ സിൽവർ മെഡലിൻ്റെ സന്തോഷം ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നു. 2 മെഡലുകൾ. നമുക്ക് പുതിയ സബ്ജക്റ്റുമായിട്ട് അടുത്ത വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.